ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഉത്സവ ദിവസങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ച മനോഹരമായ ഒരു ക്ഷേത്രമാണ് ബർസാനയിലെ കീർത്തി മന്ദിർ. മധുരയിൽ നിന്നും NH44 വഴി വന്ന് ബർസാന ടൗണിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റോഡിൻ്റെ വലതുഭാഗത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാണാം. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഗോപുരമാണ്. മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിലെ പോലെ തന്നെ കർശനമായ സുരക്ഷാ പരിശോധനകൾ കടന്നു വേണം കീർത്തി മന്ദിറിലും പ്രവേശിക്കാൻ. ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലെ ഗോപുരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണിത്. രാധാറാണിയുടെ അമ്മ കീർത്തി മയ്യായെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കീർത്തി മയ്യായുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ രൂപത്തിൽ രാധയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ലോകത്തെ ഒരേ ഒരു ക്ഷേത്രമാണ് ബർസാനയിലെ കീർത്തി മന്ദിർ. രാധയുടെ അമ്മയായ കീർത്തി ദേവിയെ കീർത്തി മയ്യ എന്നും കീർത്തിദ എന്നുമൊക്കെ ഭക്തിയോടെയായിരുന്നു ബർസാനയിലെ നിവാസികൾ വിളിച്ചിരുന്നത്. കീർത്തി മയ്യ പ്രസാദിച്ചാൽ രാധാദേവിയുടെ അനുഗ്രഹം നേടാം എന്നാണ് രാധാറാണിയുടെ ഭക്തർ വിശ്വസിക്കുന്നത്. പതിവ് പോലെ തന്നെ എൻ്റെ ശ്രദ്ധ ക്ഷേത്രത്തിൻ്റെ ആർക്കിയോളജിയിലേക്ക് തിരിഞ്ഞു. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ, രാമാനുജാചാര്യ, നിംബർക്കാചാര്യ, മാധവാചാര്യ എന്നിവർക്ക് ശേഷം അഞ്ചാമത്തെ ജഗദ്ഗുരുവായ ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ സ്ഥാപിച്ച ജഗദ്ഗുരു കൃപാലു പരിഷത്ത് എന്ന ചാരിറ്റി ഓർഗനൈസേഷനാണ് ഈ കീർത്തി മന്ദിർ നിർമ്മിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവ സ്ഥാപിക്കുക, സൗജന്യ ഭക്ഷണ വിതരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ ചാരിറ്റി ഓർഗനൈസേഷനുള്ളത്. സിമൻറ്റും കമ്പിയുമില്ലാതെ നാഗര ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലികൾ സമന്വയിപ്പിച്ച് കൊത്തുപണികളോടെ ആധുനിക രീതിയിൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കീർത്തി മന്ദിർ. 2006 തുടങ്ങിയ നിർമ്മാണം 2019 പൂർത്തീകരിച്ചത്. വൃന്ദാവനിലെ പ്രേം മന്ദിർ, മാൻഗഡിലെ ഭക്തി മന്ദിർ, ബർസാനയിലെ കീർത്തി മന്ദിർ എന്നീ 3 ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ജഗദ്ഗുരു കൃപാലു പരിഷത്ത് എന്ന ചാരിറ്റി ഓർഗനൈസേഷനാണ്. ജന്മാഷ്ടമി ഉത്സവത്തിൻ്റെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പവലിയനാണ് ഈ കാണുന്നത്. ജന്മാഷ്ടമി ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ശ്രീകൃഷ്ണ ലീലകളുടെ പവലിയനാണ് ഈ കാണുന്നത്. ഞങ്ങൾ നേരെ മുന്നിൽ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശിച്ച് രാധാറാണിയെ മടിയിലിരുത്തിയിട്ടുള്ള കീർത്തിമയ്യയെ ദർശിച്ച് പുറത്തിറങ്ങി. വൃന്ദാവനിലെ പ്രേം മന്ദിർ പോലെ തന്നെ രാത്രിയിൽ ഈ ക്ഷേത്രം ഇലൂമിനേഷനോടുകൂടി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഗോവർദ്ധനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.